അപ്പോൾ തൃശ്ശൂർ എന്നെ സംബന്ധിച്ച് വി.എസ്. സുനിൽകുമാറിന് ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നത്. കാരണം വ്യക്തി എന്ന നിലയിലും എല്ലാവരും പൊതുജനസമ്മതന ആള്, എല്ലാം കൊണ്ടും രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് രേഖപ്പെടുത്താൻ എല്ലാവരും നിർബന്ധിച്ചു പോകുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ എല്ലാവരും ആള് വിജയിപ്പിക്കുക. കാരണം നമ്മുടെ പാർലമെൻറ്റിൽ ആളുടെ ഒരു ഉള്ളത് നല്ലതായിരിക്കും. കാരണം എല്ലാത്തിനും ശക്തിയായിട്ട് ആൾ എതിർക്കുന്ന ഒരു ഇതാണ് വർഗീയതയ്ക്കെതിരെ ഉള്ളത്. പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആള് നല്ലൊരു മാതൃകയാണ്. കൃഷിമന്ത്രിയായിരുന്നു, ആ സമയത്തും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ആള് എല്ലാം നോക്കി എല്ലാം സഹായം എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ പുള്ളി ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ വോട്ടും ആൾക്ക് തന്നെയാണ്. മുരളീധരൻ വന്നുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഈ സിനിമാ നടൻ എന്നുള്ള ആ ഒരു ഇതാണ്. പക്ഷെ ആ വ്യക്തി നല്ല വ്യക്തിയാണ്, ആളെ കുറിച്ച് നല്ല അഭിപ്രായം എനിക്ക്. പക്ഷേ ആൾ ചെന്നപ്പെട്ടത് നല്ലൊരു സ്ഥലമല്ലായിരുന്നു. അവിടെയാണ് വ്യത്യാസം. ആൾ സ്വതന്ത്രനായി നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ആളെ നൂറും ജയിക്കും. പക്ഷേ ആളുടെ പാർട്ടിയുടെ നയങ്ങൾ ശരിയല്ല. ഇപ്പോൾ മോദി വന്നു 2 പ്രാവശ്യം തൃശ്ശൂർ പ്രധാനമന്ത്രിയാണ്, വരാനും എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യമാണ്. പക്ഷേ ജനങ്ങൾക്കിപ്പോൾ എന്തുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ ഗ്യാസ്, പെട്രോള്, ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കയറുമ്പോൾ തന്ന വാഗ്ദാനങ്ങൾ, ഇപ്പോൾ ഗ്യാരണ്ടികൾ പലതും പറയുന്നുണ്ട്. ഇത്രയും ഗ്യാരണ്ടികൾ നമ്മുടെ വീട്ടമ്മമാരിന്ന് ബുദ്ധിമുട്ടാണ്. 450 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് ഇന്ന് 1000 രൂപയാണ്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഓരോ കാർഡുകൾ എടുത്തിട്ട് കൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുക, അത്തരം ഇതുകൾ നമ്മുടെ ഈ കേരളത്തിൽ വില പോകാൻ സാധ്യത കുറവാണ്.